മധ്യവർഗത്തിന് കരുതലുമായി മൂന്നാം മോദി മന്ത്രിസഭയിലെ രണ്ടാം ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി നിർമ്മല സീതാരാമൻ. വികസിത ഭാരതത്തിലേക്കുള്ള യാത്രയെ ശാക്തീകരിക്കുന്ന ബഡ്ജറ്റിൽ മധ്യവർഗത്തിനാണ് ഇത്തവണ കൂടുതൽ പ്രാതിനിധ്യം. 12 ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ളവർക്ക് ആദായ നികുതിയില്ല. IIT-കളിൽ അടിസ്ഥാന സൗകര്യ വികസനം മെച്ചപ്പെടുത്തുമെന്നും കൂടുതൽ സീറ്റുകൾ അനുവദിക്കുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു. ബഡ്ജറ്റിൽ ബീഹാറിന് വാരിക്കോരി ആനുകൂല്യങ്ങൾ. എന്നാൽ കേരളത്തെ സംബന്ധിച്ച് സമ്പൂർണ്ണ നിരാശ പകരുന്നതാണ് ബഡ്ജറ്റ്. കേരളം ആവശ്യപ്പെട്ട പ്രധാന കാര്യങ്ങളൊന്നും ബഡ്ജറ്റിൽ പരിഗണിക്കപ്പെട്ടിട്ടില്ല. കേന്ദ്ര ബഡ്ജറ്റ് അങ്ങേയറ്റം നിരാശാജനകമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. രാഷ്ട്രീയമായി താൽപര്യമുള്ളയിടങ്ങളിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകിയെന്നും കേരളത്തിന് ന്യായമായ പ്രതീക്ഷയുണ്ടായിരുന്നുവെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ബജറ്റ് പൊളിറ്റിക്കൽ ഗിമിക് മാത്രമാണ്. സ്കൂളുകളിൽ കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിനായി ചപ്പാത്തിയും ദാലും മഖാനയും നൽകാൻ പറയുമോ എന്നറിയില്ലെന്നും ധനമന്ത്രി പരിഹസിച്ചു. ചോറ്റാനിക്കരയിൽ ആൺ സുഹൃത്തിന്റെ ക്രൂരമർദ്ദനത്തിനിരയായി ചികിത്സയിലിരിക്കെ മരിച്ച 19-കാരിയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടന്നിട്ടുണ്ടെന്നും ദേഹമാസകലം മുറിപ്പാടുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും ചോറ്റാനിക്കര CI NK മനോജ് പ്രതികരിച്ചു. പ്രതി അനൂപിനെതിരെ കുറ്റകരമായ നരഹത്യ ചുമത്തും. ചെന്നിത്തലയിൽ വീടിന് തീപിടിച്ച് വൃദ്ധദമ്പതികൾ മരിച്ച സംഭവത്തിൽ കുറ്റം സമ്മതിച്ച് മകൻ. സ്വത്തുതർക്കമാണ് പ്രകോപനത്തിന് പിന്നിലെന്ന് ചോദ്യം ചെയ്യലിൽ മകൻ വിജയൻ സമ്മതിച്ചു. സ്ഥലം എഴുതി നൽകാത്തതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. വീടിന് സമീപത്തെ വയലിൽ നിന്നുമാണ് വിജയനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഗാന്ധിവധത്തിൽ ഹിന്ദു മഹാസഭയ്ക്കൊപ്പം കോൺഗ്രസിനെയും വിമർശിച്ച എഴുത്തുകാരി KR മീരയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി. ചരിത്രത്തോടോ വർത്തമാനത്തോടോ യാതൊരു നീതിയും പുലർത്താതെയാണ് KR മീരയുടെ പ്രതികരണം. എഴുത്തുകാർ നുണകൾ പടച്ചുവിടുന്നവർ ആകരുതെന്നാണ് അബിൻ വർക്കി ഫേസ്ബുക്കിൽ കുറിച്ചത്. ബാലരാമപുരത്ത് 2 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ സംഭവത്തിൽ മൊഴിമാറ്റി പ്രതിയും കുട്ടിയുടെ അമ്മാവനുമായ ഹരികുമാർ. തനിക്ക് ഉൾവിളി ഉണ്ടായതിനെ തുടർന്ന് കുട്ടിയെ കിണറ്റിലേക്ക് ഇടുകയായിരുന്നുവെന്നാണ് ഏറ്റവും ഒടുവിൽ ഹരികുമാർ നൽകിയ മൊഴി. ഖാദി ബോർഡ് സെക്രട്ടറി സ്ഥാനത്ത് KA രതീഷ് തുടരുന്നത് അയോഗ്യത മറികടന്ന്. സഹകരണ നിയമ ഭേദഗതി പ്രകാരം സർക്കാർ ഉദ്യോഗസ്ഥർ ഏറ്റെടുക്കേണ്ട പദവിയിലാണ് രതീഷ് 1 വർഷമായി അയോഗ്യത വകവയ്ക്കാതെ ഇരിക്കുന്നത്. ഖാദി സഹകരണ സംഘങ്ങളുടെ രജിസ്ട്രാർ കൂടിയാണ് ഖാദി ബോർഡ് സെക്രട്ടറി. സമസ്തയിലെ വിഭാഗീയതയിൽ പരോക്ഷ വിമർശനവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ. വഫിയ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട സമിതി ഉണ്ടെന്ന് സാദിഖ് അലി തങ്ങൾ വ്യക്തമാക്കി. പ്രവർത്തകർക്കും നേതാക്കൾക്കും അനുസരണ വേണമെന്നും സാദിഖ് അലി തങ്ങൾ കൂട്ടിച്ചേർത്തു. ഗുജറാത്ത് വംശഹത്യയുടെ ഇരയും അതിജീവിച്ച ഇരകളുടെ നീതിക്ക് വേണ്ടി പോരാടുകയും ചെയ്ത സാക്കിയ ജഫ്രി അന്തരിച്ചു. 86 വയസ്സായിരുന്നു. ഗുജറാത്ത് വംശഹത്യക്കിടെ ഹിന്ദുത്വ കലാപകാരികളാൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട മുൻ കോൺഗ്രസ് MP ഇസ്ഹ ജഫ്രിയുടെ ഭാര്യയാണ് സാക്കിയ ജഫ്രി. വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങളെ തുടർന്ന് ഇന്ന് അഹമ്മദാബാദിൽ വെച്ചായിരുന്നു അന്ത്യം. കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്നും അമേരിക്കയിലെത്തുന്ന ഉൽപ്പന്നങ്ങൾക്ക് 25% അധിക തീരുവ ഏർപ്പെടുത്തി ട്രംപ് ഭരണകൂടം. കുടിയേറ്റക്കാരെ സ്വീകരിക്കാത്തതിന് കൊളംബിയയ്ക്ക് മേൽ നേരത്തെ 25% തീരുവ ചുമത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും അധിക തീരുവ ഏർപ്പെടുത്തിയത്.